ഞാനൊരു വീഡിയോ ചെയ്യുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാളെ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഞാൻ പല യാത്രകളിലും ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നത് ജെമ്മുകളാണ്, കല്ലുകളാണ്. കാരണം നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസും ഫോട്ടോസും കണ്ടാൽ മനസ്സിലാവും ഞാൻ ഒരുപാട് കല്ലുകളുടെ മാലകളും മോതിരങ്ങളൊക്കെ ഇടുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കലാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേഴ്സണാലിറ്റിയെ പരിചയപ്പെടുന്നത്. ഒരു ആസ്ട്രോ ജെമോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പേര് സെയ്ദ് മുസമ്മിൽ തങ്ങൾ എന്നാണ്. അപ്പം സെയ്ദ് മുസമ്മിലുമായിട്ട് ഞാൻ ഒരുപാട് സംസാരിച്ചു, ഒരുപാട് ഞങ്ങൾ ചാറ്റ് ചെയ്തു, അങ്ങനെ നേരിട്ട് കണ്ടപ്പോഴാണ് ഈ കല്ലുകളുടെ ഒരുപാട് ഡിഫറൻസിയേഷൻ ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപാട് കല്ലുകളുണ്ട്, അങ്ങനെ എല്ലാ കല്ലുകളും എല്ലാവരും ഇടാൻ പാടുന്ന കല്ലുകളല്ല. അങ്ങനെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ എനിക്ക് മനസ്സിലായി. അങ്ങനെ എനിക്ക് അദ്ദേഹം ഒരു കല്ല് സജസ്റ്റ് ചെയ്തു. ഞാൻ ആ കല്ലാണ് ഇപ്പം വെയർ ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല എനിക്കൊരു ചെയിൻസും ഒക്കെ പുള്ളി തന്നിട്ടുണ്ട്. അപ്പം ഞാൻ പുതിയ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന് കാലിക്കട്ട് ഇല്ലെങ്കിൽ നമ്മുടെ ഗുരുവായൂരാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. അപ്പോൾ ഗുരുവായൂരൊക്കെ ഭയങ്കര രസമുള്ള ഷോറൂംസ് ഉണ്ട്. അവിടെ ഡിഫറെൻറ്റ് നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറമുള്ള കല്ലുകളുടെ ജെംസുകളുടെ കളക്ഷൻസും ഇല്ലെങ്കിൽ പെർഫ്യൂംസും ഊദ്സും ഒക്കെ പുള്ളി സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പം അത് മാത്രമല്ല ഉള്ളൊരു ടീം, ഒരു ഭയങ്കര രസമുള്ള ക്രാഫ്റ്റ് ടീം പുള്ളിയിലുണ്ട്. അതായത് ഇത് പ്രോപ്പറായിട്ട് നമ്മുടെ മോതിരങ്ങൾ ചെയ്യുന്ന, സ്വർണ്ണത്തിലും വെള്ളിയിലും ഒക്കെ മോതിരം ചെയ്യുന്ന നല്ല ക്രാഫ്റ്റഡ് ആയിട്ടുള്ള പണിക്കാരും അത് പ്രോപ്പറായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു ടീം തന്നെ പുള്ളിയുടെയിലുണ്ട്. അപ്പം എനിക്ക് ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ കാരണം പുള്ളി ഇപ്പം നമ്മുടെ എറണാകുളത്ത്, നമ്മുടെ തമ്മനത്ത് പുതിയൊരു ഷോറൂം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഷോറൂം നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് ആ ഷോറൂം ഒന്ന് കാണാം. ഹലോ തങ്ങൾ. അസ്സലാമു അലൈക്കും. തങ്ങളെ ഇതെന്താ കല്ലുകളുടെ കലവറയാണല്ലോ. ഇത് ഫിറോസ എന്ന് പറഞ്ഞൊരു കല്ലാണ്. ഫിറോസ കല്ലാണ്. ഫിറോസ കല്ല് വേൾഡിലെ എല്ലാവരും ഏറ്റവും കൂടുതൽ എൻക്വയറി ചെയ്യണതും അതിനെക്കുറിച്ച് പഠിക്കാനും ഇടാനും ആഗ്രഹിക്കുന്ന ഒരു കല്ലാണ്. ഇത് തന്നെയാണ് ഫിറോസ. ഫൈറൂസ് എന്ന് പറയും, ടെർക്കോയിസ് എന്നാണ് പറയാ. തുർക്കികളാണ് അത് കണ്ടുപിടിച്ചത്. തുർക്കി ഒറിജിനാണ്. അല്ല തുർക്കികളാണ് ഇത് കണ്ടുപിടിച്ചത്. അതാണ് ടെർക്കോയിസ് പേര് തന്നെ തുർക്കി നിങ്ങൾ കണ്ടുപിടിച്ചത്. പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ മൈൻഡ് ചെയ്ത് തന്നെ ഇറാനില്ല. ഇതിപ്പോ നമ്മൾ എന്താ കുറെ ലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാം മിക്സ് ആയപ്പോ ഇതിപ്പോ ഏറ്റവും കൂടുതൽ സ്റ്റോക്കുള്ള തങ്ങടയിലാണ്. അങ്ങനെ പറയാൻ പറ്റില്ല. ഇതുണ്ട്, ഇത് ബിഗ് ലോട്ട്. റൂമിൽ ഒരു ലോഡ് കുറച്ച് വലിയ രീതിയിൽ കുറെ കാലങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഇത് ക്യൂസ് ചെയ്തിട്ട് അതിന്റെ ഇൻക്ലൂഷൻ വൈസ്, കളർ വൈസ്, രാജ്യം. ഇതിപ്പോ ഇതാണ് അമേരിക്കയുടെയാണ്, ഇത് അരിസോണ, ഇത് ഇറാൻ്റെ. ഇത് ഓരോന്നിനും വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ക്യൂസ് ചെയ്തിട്ട് ക്യാരറ്റിന് ഒരു 10 രൂപ മുതൽ ക്യാരറ്റിന് ഒരു 500 രൂപ വരെയുള്ള കല്ലുകൾ ഇതിൽ തന്നെ ഉണ്ടാവും. ഇത് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അങ്ങനെയാണ് ഇതിന്റെ. അപ്പോൾ ക്യൂസ് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ കേരളത്തിൽ എൻക്വയറി വരുന്നത് കേരളത്തിൽ നിന്നാണെങ്കിലും പുറത്തുനിന്നാണെങ്കിലും ഫിറോസൊക്കെയാണ് കൂടുതൽ. അതിനൊരു ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിന് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണോ അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന കല്ലാണ് ഫിറോസ. ഇപ്പൊ ഓരോന്നിനും ഇപ്പൊ യെല്ലോ സഫയറിന് ഒരു പർപ്പസ് ഉണ്ട്, ബ്ലൂ സഫയറിന് ഒരു പർപ്പസ് ഉണ്ട്, ആസ്ട്രോളജി വൈസ് ഇട്ട് അല്ലാണ്ട് നമുക്ക് ഇടാം. പക്ഷെ ഇത് എന്തിനാണോ നമുക്ക് അതിന് ഉപയോഗിക്കും. ഇപ്പോൾ കോമൺലി പറയാം ഈവളായി, കണ്ണേറ്, പ്രാക്ക്, സിഹർ, മാരണം, അത് അതിനൊക്കെ ഉപയോഗിക്കണ കല്ലുന്ന്, അതിനെതിരെ ഉപയോഗിക്കണ. അതൊക്കെ ഇപ്പോഴും ഉണ്ടോ? പിന്നെ തീർച്ചയായിട്ടും എല്ലാവരും ഒരേപോലെയുള്ള ലൈഫല്ലല്ലോ. എല്ലാവരും വെവ്വേറെ ഉമ്മാക്കും വാപ്പാക്കും ഉണ്ടായ ആൾക്കാരാണ്, വെവ്വേറെ രീതിയിലുള്ള ഭക്ഷണം കഴിക്കുന്നവരാണ്, വെവ്വേറെ പ്രദേശങ്ങളിൽ ജീവിക്കുന്നവരാണ്, വെവ്വേറെ സംസ്കാരമുള്ളവരാണ്, വെവ്വേറെ മതങ്ങളുള്ളവരാണ്. അപ്പോൾ ഇത് നിങ്ങൾ കാണുന്ന പോലെ മറ്റുള്ളവർ കണ്ടെന്ന് വരില്ല. നിങ്ങളെ സമൃദ്ധി ആയിക്കോട്ടെ, നിങ്ങളെ വീഴ്ച ആയിക്കോട്ടെ, വാട്ടവർ, എല്ലാവരും വെവ്വേറെ രീതിയിലാണ് കാണുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും നല്ലത് ആഗ്രഹിക്കുന്നവരല്ലല്ലോ. പല രീതിയിലുള്ള ക്രിമിനൽസ് നമ്മളെ ഇടയിൽ തന്നെ ഉണ്ടല്ല. അപ്പോൾ നിങ്ങൾക്കൊരു ഗുണം വരുമ്പോൾ അത് നല്ലപോലെ കാണുന്നവരുണ്ടാവും, ചീത്തായിട്ട് കാണുന്നവരുണ്ടാവും. അപ്പോൾ ഇത് നല്ലൊരു കവചം. അപ്പം നമ്മൾ വീടിന് മതിൽ കെട്ടുന്ന എന്തിനാണ്? നമ്മളെ പെർമിഷൻ ഇല്ലാണ്ട് ആരും അങ്ങോട്ട് വരണ്ട എന്നുള്ള രീതിയിൽ ഒരു സെലക്റ്റീവായ ആൾക്കാർ. അതുപോലെ ഒരു ക്ലെൻസിങ് അല്ലെങ്കിൽ അതുപോലത്തെ ഒരു പ്രൊട്ടക്ഷനാണ് ഈ ജെമ്മ കൊണ്ട് ഉപയോഗിക്കുന്നത്. ജെമ്മ അതിനായിട്ട് നമ്മളൊരു ഓറ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇത് ഇപ്പോൾ പെട്ടവർ സൽമാൻ ഖാൻ പറയുന്ന പോലെ ഞാൻ പറയുന്നില്ല. അത് സൽമാൻ മാർക്കറ്റ് ഉണ്ടാക്കി മൂപ്പര് പറയുന്നത് തന്നെയുണ്ട്. എനിക്കുള്ള ഈ വിളയെല്ലാം വന്നിട്ട് ഈ സ്റ്റോൺ ബ്രേക്ക് ചെയ്ത് പൊട്ടാറുണ്ട് എന്ന്. അത് വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു വലിയൊരു വാല്യൂ. നിങ്ങൾക്ക് അറിയണത് ആഡിന്റെ മേഖല, ഫിലിമിന്റെ മേഖല ഉള്ളത് കൊണ്ട് പറയാം. മുപ്പൊരു സ്റ്റേറ്റ്മെന്റ് എത്രത്തോളം വലിയൊരു ആഡാണ് ഇതിന് കൊടുത്തിട്ടുള്ളതെന്ന് അറിയില്ലേ. അപ്പോൾ ഇത് അതിനായിട്ടുള്ള ഒരു ജമ്മാണിത് ആക്ച്വലി. അതുകൊണ്ട് തന്നെ ഇത് ആണുങ്ങൾക്കായിക്കോട്ടെ സ്ത്രീകൾക്കായിക്കോട്ടെ വാട്ടവർ എങ്ങനെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റേതിനൊക്കെ എന്താണെന്ന് ചിലപ്പോൾ ഒരു പാകം നോക്കണം. പ്രീഷ്യസ് ആയ ജമ്മിന് എന്താണ് മേഖല,
എന്താണ് ചെയ്യുന്നത്. ഇപ്പം ലൈഫിൽ എന്ത് നമ്മളുടെ പാകത്തിനല്ല യൂസ് ചെയ്യുക. അതുപോലെ ജമ്മിൻ്റെ ഒരു ഭാഗമുണ്ട്. പക്ഷെ ജമ്മിൽ നിന്നൊന്നും നെഗറ്റിവിറ്റി ഇല്ല. പക്ഷേ വേറെ രീതിയിലാണ് അത് അപ്രോച്ച് ചെയ്തിട്ട് സെലക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ അതിന് നെഗറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്യാം. അല്ലാണ്ട് ജമ്മ് നമുക്ക് ഓവർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ശരി. ഈ പറയാൻ കാര്യം പണ്ട് രാജാക്കന്മാരുടെയിലും ഇല്ല അങ്ങനത്തെ ഭയങ്കര വലിയ പ്രഭുക്കന്മാരുടെയിലൊക്കെയാണ് നമ്മൾ കല്ലുകളിൽ കുറിച്ച് കേട്ടിട്ടുള്ളത്. അതെ. അമ്പലങ്ങളിൽ ഇരിക്കുന്ന നിധിപ്പെട്ട ഇത്ര കല്ലുകളുണ്ട്, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തലപ്പാവിൽ ഇത്രത്തോളം കല്ലുകളുണ്ട്. കോമൺ മാനിലേക്ക് ഇപ്പൊ എത്തിയിരിക്കുകയാണ്. കോമണായി നമ്മൾ എല്ലാ മേഖലയിലും എത്തിയില്ലേ. അപ്പൊ കല്ലുകളും അങ്ങനെ എത്തി. അവരൊക്കെ ഒരു ഭാഗം ഒരു ജമ്മ് തന്നെയായിരുന്നു. പ്രീഷ്യസ് ആയൊരു ജമ്മ്, അതിൽ നിന്ന് കിട്ടുന്ന ഒരു ലസ്റ്റർ, അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഉദിപ്പ്, അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഭാഗം. അപ്പം ഞാനൊരു കല്ല് യൂസ് ചെയ്യുമ്പോഴേക്കും അത് ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഓരോരുത്തർ ചിലർ ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ അത് അവർക്ക് ആപ്റ്റായ കല്ലല്ല എന്നുള്ളതാണ് അർത്ഥം. മാറി മാറി യൂസ് ചെയ്യാം. എപ്പോഴും വെരി എക്സ്പെൻസീവായ കല്ല് യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. ഒരു മിനിമലായ ഒരു ജമ്മ് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ലെൻസ് ചെയ്തിട്ട് കൊണ്ട് നടക്കാവുന്നുള്ളൂ. എപ്പോഴും പറയണം, ഒരിക്കലും ഒരു ജം ലവർക്ക് ഒരിക്കലും ക്രിമിനൽ ആവാൻ പറ്റൂല, ആവൂല. അത് അങ്ങനെയാണ്. ലൈഫിലൊരു ജമ്മെങ്കിലും യൂസ് ചെയ്യണം. നമ്മൾ എന്തിനൊക്കെ പൈസ ചിലവാക്കുന്നത്, ഒരു ജമ്മ് യൂസ് ചെയ്തിട്ട് അതൊന്ന് ഫീൽ ചെയ്യണം. ഈ ജമ്മ് ആക്ച്വലി ഇതിന്റെ താഴെ നമ്മുടെ ബോഡി ടച്ച് ചെയ്യാൻ വേണ്ടിയാണോ ഈ സ്പേസ് ഇട്ടിരിക്കുന്നത്? ഓരോ ജമ്മിൻ്റെതായ റേഡിയേഷൻ പവർ ഉണ്ട്. അത് നമുക്കൊന്ന് ഈ ബോഡിക്ക് കിട്ടാനാണ് അത് ഓപ്പൺ ആയിട്ട് ഇടുന്നത്. അത് ഏത് പ്രീഷ്യസ് ആയിക്കോട്ടെ, സെമി പ്രീഷ്യസ് ആയിക്കോട്ടെ, കല്ല് ഓപ്പൺ ആക്കിയിട്ട് തന്നെയാണ് കേട്ടോ. എല്ലാ സ്മിത്തും അങ്ങനെയാണ് ചെയ്യാം. നമ്മുടെ ബോഡിയെ ടച്ച് ചെയ്യാൻ വേണ്ടി ടച്ച് ചെയ്യണമെന്നില്ല. അതോ അവിടെ ഒരു ഗ്യാപ്പിലൊന്നും ഇല്ലാണ്ടിരുന്നാൽ മതി. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഫിറോസിൻ്റെ ലോക്കറ്റ് ഇട്ടിട്ടുണ്ട്. അതും ഓപ്പൺ ആക്കിയിട്ടാണ്, അത് ത്രെഡിലാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ ജമ്മും നമ്മൾ ഇപ്പോൾ എമത്തിസ്റ്റ് പോലുള്ള കല്ലുകൾ നമ്മൾ റൂമിൽ വെച്ചാലും മതി, അല്ലെങ്കിൽ ഹാൻഡ് ബാഗിൽ കയറി ചെയ്യാൻ പറ്റും. നമ്മളുള്ള ഭാഗം ഒന്ന് കാമാക്കുന്നുള്ളതാണ്, കാംനെസ്സിനുള്ള കല്ലാണ് അത്. തങ്ങളുടെ അഭിപ്രായത്തിൽ ഏറ്റവും വില കൂടിയ കല്ലാണ്, ഏറ്റവും തങ്ങളിലുള്ളതിൽ ഏറ്റവും പ്രീഷ്യസ് വില കൂടിയ കല്ല് ഇപ്പം പ്രസന്റ്ലി നമ്മളുള്ള യെല്ലോ സഫയർ, മഞ്ഞ പുഷ്പരാഗം ആണ് നമ്മൾ ഇപ്പോൾ റൈറ്റ് നൗ ഉള്ള എക്സ്പെൻസീവ് ആയ ജമ്മ്. പിന്നെ എല്ലാ ജമ്മിലും എക്സ്പെൻസീവ് ആയതുണ്ടാവും. അതിൻ്റെ ക്ലാരിറ്റി വൈസ്, അതിൻ്റെ കട്ട് വൈസ്, അതിൻ്റെ കളർ വൈസ് എല്ലാം ഉണ്ടാവും. നമുക്ക് പിന്നെ അത് ഏത് ജമ്മ് എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കണം. ഏത് ജമ്മ് എടുക്കണം, അതായത് നല്ലതിന് എക്സ്പേർട്ടായി ഒരുപാട് ആസ്ട്രോളജേഴ്സ് ഉണ്ട് ഇവിടെ. ഹൈന്ദവ രീതിയിലായിക്കോട്ടെ, ഇസ്ലാമിക രീതിയിലായിക്കോട്ടെ, പണിക്കന്മാരായിക്കോട്ടെ, ഒരുപാട് എക്സ്പേർട്സ് ഉണ്ട്. ഏത് ജമ്മ് പ്രിഫർ ചെയ്യാൻ പറ്റുന്നത്, ചിലപ്പോൾ അവർ തന്നെ ജമ്മ് കൊടുക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ അവരെ കണ്ട് അവർ പ്രിഫർ ചെയ്യുന്നത് നമ്മൾ ചോദിക്കണം, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കല്ല് എനിക്ക് പറഞ്ഞു തരാനുള്ള കാരണം, എന്താണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് ആയിട്ട്, ഇത് എനിക്ക് എങ്ങനെ ഫീൽ ചെയ്യും, അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുന്ന ആളായിരിക്കണം നമ്മൾ കാണുന്ന ആൾ. അതാണ് ഇതിലൊരു കാര്യം. എന്നാലും നമുക്ക് ഫീൽ ചെയ്യുമോ, ഒന്ന് ക്ലൻസ് ചെയ്യണം. ക്ലൻസിങ്ങിന് പല രീതികളാണ്. ഇട്ട് തുടങ്ങുമ്പോൾ പാലിൽ ക്ലൻസ് ചെയ്യേണ്ടതുണ്ട്, പച്ചവെള്ളത്തിലുണ്ട്, അതുപോലെ അത്തറിലുണ്ട്. അപ്പോൾ ആ കല്ലിനനുസരിച്ച് ക്ലൻസ് ചെയ്ത് നമുക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കണ്ടിട്ട് ഫീൽ ചെയ്യുള്ളൂ. ഫീൽ ചെയ്തിട്ട് നമ്മൾ ജമ്മിടണം. അപ്പോൾ തങ്ങളിപ്പോൾ ഒരു കല്ല് തങ്ങളുടെ ഒരു കസ്റ്റമറിന് സജസ്റ്റ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണ്? നമ്മ കൂടുതലായിട്ടും അവരൊരു പ്രസൻറ്റിൽ അവരെന്താണ് ഫേസ് ചെയ്യുന്നത്, എന്ത് മേഖലയിലാണ് അവർ, എന്താണ് അവരുടെ കുറവുകൾ. ചിലപ്പോൾ നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും, അവർ ഇപ്പോൾ പ്രസൻറ്റിൽ ഫേസ് ചെയ്യുന്ന നെഗറ്റീവ് സൈഡ്. ചിലപ്പോൾ ഒന്നും നടക്കാത്തതായിരിക്കാം, ചിലപ്പോൾ ഉറക്കമായിരിക്കാം, ചിലപ്പോൾ ക്ഷീണമായിരിക്കാം, ചിലപ്പോൾ അതല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ കുറവുകളായിരിക്കാം. അപ്പോൾ അതെന്താണെന്ന് നോക്കിയിട്ട് ആണ് നമ്മൾ ജമ്മ് പ്രിഫർ ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ നാളെ നോക്കിയിട്ടുള്ളതായിരിക്കാം, ചിലപ്പോൾ രാശി നോക്കിയിട്ടുള്ളതായിരിക്കാം, ചിലത് ഇപ്പോൾ വേൾഡിൽ തന്നെ ഫോളോ ചെയ്യുന്ന ഒരു ചാർട്ടാണ് ബേർത്ത് സ്റ്റോണിൻ്റെ. ഇന്ന മാസത്തിൽ ജനിക്കുന്ന ആൾക്കാർക്കുള്ള മിനറൽസുള്ള ഇന്ന ജം സ്റ്റോൺ എന്നുള്ളത് ബേർത്ത് സ്റ്റോൺ എന്നുള്ള രീതിയിലായിരിക്കാം. നമ്മൾ കൂടുതലും ഒരു പ്രസൻറ്റ് കണ്ടീഷനിൽ അവർ എന്താണോ അതിൽ നിന്ന് അവർ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്ന് അവർക്ക് അത് ഒഴിവാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അതിൽ അവർ കാമാക്കാൻ പറ്റുന്നത് ജം ഏതാന്ന് നോക്കിയിട്ടാണ് പ്രിഫർ ചെയ്ത് കൊടുക്കുക. പലരും പല രീതികളാണ് അവലംബിക്കുക. അതാണ് പറഞ്ഞത്, ഏത് രീതിയായാലും ജം ആണെങ്കിൽ അതിനൊന്നും നെഗറ്റിവിറ്റി ഉണ്ടാവില്ല. അത് നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യില്ല എന്ന് മാത്രം, എഫക്റ്റ് ചെയ്യില്ല എന്ന് മാത്രം. പക്ഷെ നെഗറ്റീവ് സൈഡ് ഒരു ഭയങ്കര റയറാണ്. അപ്പോൾ ഒരിക്കലും ജം ഒരു ലക്ഷറി പ്രൊഡക്റ്റ് അല്ല. ലക്ഷറി ആണ്. ഒരു യെല്ലോ സഫയർ നിങ്ങൾക്ക് ഒരു ക്യാരറ്റിന് 550 ഇവിടുന്ന് തന്നെ കിട്ടും. അതുപോലെ തന്നെ ക്യാരറ്റ് നിങ്ങൾക്ക് 1,24,000 രൂപ കിട്ടും. ഞാൻ ഉദ്ദേശം അതല്ല, നമ്മളിപ്പോൾ കാശിന്റെ പ്രൗഢി കാണിക്കുന്ന ഒരു അല്ലല്ല ഒരിക്കലും അല്ല. ശരിക്കും നമ്മളൊരു ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, മെന്റലി ഒക്കെ ഹെൽത്തിലേക്ക് സപ്പോർട്ട് ചെയ്യുന്ന, നമ്മുടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള തോട്ട്സ് ഉള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സംഭവമാണ് ജെം സ്റ്റോൺ. അതാണ് ഇപ്പോൾ എന്തെന്നാ പറയുക, ചെറിയ വില കുറഞ്ഞ ഇത് മുതൽ എല്ലാ സ്റ്റോണിനും കിട്ടും. ഇപ്പം ഇതിൽ തന്നെ കിട്ടും. ഏത് ജമ്മിലാണ് നമുക്ക് കുറഞ്ഞത് മുതൽ
കൂടിയത് വരെയുള്ളത് കിട്ടും. ഇതിന്റെ ഒരു ലക്ഷറി ആയിട്ടുള്ള ഒരു സംഭവമല്ല ജമ്മ്. തങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കുമ്പോൾ ഒരിക്കലും മോതിരം മാത്രമേ ഉള്ളൂ, ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ കാണുന്നു. ചെറിയ ഐ മീൻ കല്ലുകളുടെ മാല കാണുന്നു, നല്ല നല്ല ലോക്കറ്റുകൾ കാണുന്നു, ചെയിൻസ് കാണുന്നു, വാച്ച് പോലത്തെ സംഭവങ്ങൾ കാണുന്നു, ഡിഫറെന്റ് ആയിട്ടുള്ള കല്ലുകൾ കാണുന്നു. അപ്പം അതൊക്കെ എങ്ങനെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത്? ഇതൊക്കെ ഇപ്പോൾ നമുക്ക് കാലിക്കറ്റ് ഉണ്ട്, എറണാകുളത്തുണ്ട്, ഇവിടൊക്കെ നമുക്ക് ഇതിന്റെ ഗുരുവായൂരുണ്ട്, ആക്സറീസ് ഉണ്ട്. അപ്പൊ ഇതിപ്പോ ഇത് വെച്ചിട്ടുള്ള പുതിയ ഈ സെയിം കല്ലാണ് അല്ലേ? ഈ സെയിം കല്ല് അത് തന്നെ. ഈ അക്കിയൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം, പ്രീഷ്യസ് സ്റ്റോണും വെച്ചിട്ട് ചെയ്യാം. നിങ്ങളൊന്ന് കെട്ടി നോക്കി. എനിക്ക് ഭയങ്കര രസമാണ് അതിന്റെ പ്രൊഡക്ട്സ്, പരിപാടി ഇൻട്രസ്റ്റിംഗ് ആണ്. ഇനി ഈ ഫിറോസയുടെ ചെറിയ ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു 1 mm ബീഡ് വെച്ചിട്ടുള്ള മാലയാണ് ഫിറോസന്റെ. ഓ, ഇത് ഫുൾ കല്ലുകളാണ്, ഡിഫറെന്റ് കല്ലുകളാണ്. ഫിറോസ് ഉണ്ട്, അതില് ലാപ്പിസ് ലസൂലി ഉണ്ട്. അങ്ങനെ ഇതെന്താണ് സംഭവം? അത് അതിന്റെ ഒരു നമ്മൾ തരുന്നത് നാച്ചുറൽ ജെമ്മാണ്, ലാബ് ടെസ്റ്റ് ചെയ്താണ്. ഒരു വിധമുള്ള എല്ലാ ജെം ഷോപ്പിനും സർട്ടിഫിക്കേഷനോട് കൂട്ടി കൊടുക്കുക. ഇതാണ് എല്ലാ കല്ലുകൾക്കും ഇങ്ങനത്തെ ഒരു സർട്ടിഫിക്കേഷൻ. നമ്മുടെ ഡയമണ്ട് ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന പോലെ തന്നെ കല്ലുകൾക്കും ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ട്, ലാബിൽ നിന്ന് കണ്ടു. ഇത് ഒരുപാട് ജെമ്മുകളുടെ ചെറിയ ജെംസ് വെച്ചുണ്ടാക്കിയ മാലയാണ്. ഇതൊക്കെ എന്ത് പ്രൈസ് വന്നിട്ടുണ്ട് താങ്കൾ ഈ മാലയൊക്കെ? ഇത് 1500 2500 വരെയാണ്. ഇത് അതുപോലെ റോസ് കോട്ട്സ് വെച്ചിട്ടുള്ളതാണ്. ഇത് റോസ് കോട്ട്സ് വെച്ചിട്ടുള്ള മാലയാണ്. ഇത് ചന്ദനമാണ്, സാൻഡ്വുഡിന്റെ മാലയാണ്. പിന്നെ അതുപോലെ രുദ്രാക്ഷം, ഇത് കൊന്തയാണ്, കരിങ്ങാലിമാലയുടെ കൊന്ത. രുദ്രാക്ഷത്തിന്റെ രുദ്രാക്ഷം. ഇത് രുദ്രാക്ഷമാണ്. ഇത് പിന്നെ കുട്ടികൾക്കുള്ള കരിങ്ങാലിമാല. കരിങ്ങാലിമാലയുടെ പ്രത്യേകത എന്താണ്? കരിങ്ങാലിമാലയുടെ ഉദ്ദേശിക്കുന്നത് ഇത് ഈ കരിങ്ങാലിമാല ആയിക്കോട്ടെ, രുദ്രാക്ഷം ആയിക്കോട്ടെ, ഈ ഓർഗാനിക് ജെം സ്റ്റോൺസ് ഉണ്ടല്ലോ, ഈ ഇതൊക്കെ ബോഡി കൂളാക്കും. ഇപ്പൊ സ്ഫടികം ഹീറ്റ് കുറച്ച് ആളൊന്ന് കാമാക്കണതാണ്. ഇപ്പോൾ നമ്മളെ ഹീറ്റാണ് നമ്മളെ പല കുറവുകൾക്കും പലതും നഷ്ടപ്പെടാനും, ബന്ധങ്ങളായിക്കോട്ടെ, സാമ്പത്തികം, പല നമ്മൾ അപ്പുറത്തുള്ള ചില തീരുമാനങ്ങളായിരിക്കും. ആ തീരുമാനം നമ്മൾ പിന്നീട് അറിയിച്ചാൽ നമുക്ക് ഇത്ര നഷ്ടം വരില്ല. അതിനൊന്ന് കാമാക്കണം. സ്ഥലകാല ബോധം നോക്കിയിട്ട് സംസാരിക്കാനും ഇരിക്കാനും പെരുമാറാനും ഉപയോഗിക്കണതാണ് ഈ ജെം സ്റ്റോൺ. അതിൽ പെട്ടെന്ന് ഈ ഓർഗാനിക് ജെം സ്റ്റോൺ എല്ലാം. പിന്നെ റേഖ അവർ ഭയങ്കര ട്രെൻഡാണ്. കയ്യിൽ മൊത്തം കല്ലുകളുടെ ഒരു ചെറിയ, അത് താങ്കളുടെ സ്റ്റോക്ക് ഉണ്ടോ? ഓ, അതൊക്കെ അത്യാവശ്യം ഒരുപാട്. ബ്രേസ്ലെറ്റ് നമ്മൾ കുറച്ച് വലിയ രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പ്രോപ്പർ ഒറിജിനൽ. ഇപ്പൊ നമ്മൾ ഓൺലൈനിൽ ഇല്ലെങ്കിൽ നമ്മൾ പല കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതിന്റെ ഒറിജിനാലിറ്റി നമുക്ക് ഒരിക്കലും ഇതൊക്കെ നമുക്ക് ഓൺലൈനിൽ നമുക്കൊരു 200 രൂപ മുതൽ ഒരു 2500 വരെ കിട്ടുന്ന ഇതാണ്. ഒക്കെ സർട്ടിഫൈഡ് ആണ്. എപ്പോഴും നാച്ചുറൽ ആണോ എന്നുള്ളത് ഒന്ന് ക്യൂസ് ചെയ്തതിന്. പക്ഷെ ഇതിന് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരു കട്ടും കൂടി വന്നിട്ടുണ്ട്. കട്ട് സാധാരണ ബീഡ്സിന് കട്ട് വരാറില്ല. ഓപ്പോസിറ്റ് ഒരു കുറച്ച് ഇത് അമത്തിസ്റ്റ് തന്നെ. ഒരു പ്രീഷ്യസ് ആയ ഒരു ജെമ്മിന്റെ അത് മദർ ഓഫ് പേൾ ഇല്ലേ? മദർ ഓഫ് പേൾ എന്ന് പറയുമ്പോൾ ചെപ്പാണ്. ഇതിൽ ആഭരണങ്ങളൊക്കെ ഇട്ടൊക്കെ ആദ്യം ഉപയോഗിച്ചിരുന്നത്. ഇതിന്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ പേൾ എടുക്കട്ടെ. ഇത് സാധാരണ ഒരു സമൃദ്ധിയുടെ ഭാഗമായിട്ട് ഇതിൽ എന്ത് വേണേലും ഇട്ട് വെക്കാന്നുള്ള രീതിയിൽ. ആഭരണങ്ങളൊക്കെ പണ്ടല്ല സുലൈമാനി ഹക്കീക്കിന്റെ ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. ഇതും ഇൻട്രസ്റ്റിംഗ് ആണ്. കൈഡ് മുതൽ തണുപ്പ് നമ്മുടെ ബോഡിയിലേക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. ഇത് കരിങ്ങാലിയാണ്. അത് കരിങ്ങാലിയാണ്. ഇത് ഹെപ്പറ്റൈറ്റ് എന്നുള്ളത്. ഇത് കണ്ട ഫിറോസ മാല തോന്നുന്ന ഒരു ഇതാണ്. ഇത് ഹെപ്പറ്റൈറ്റ് ആണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാര്യം നമ്മൾ സാധാരണ ഓൺലൈനിൽ ഇല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ചെറിയ ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഇത്രത്തോളം നമുക്ക് എത്രത്തോളം ഇത് ഒറിജിനാലിറ്റി, ഇതിൻ്റെ പ്യൂരിറ്റിയെ കുറിച്ച് നമുക്ക് ഒരു കൺഫർമേഷനും ഇല്ല. ഇപ്പം നമുക്ക് ജെം സ്റ്റോൺസ് ഇല്ലെങ്കിൽ നഷ ജെംസിൽ നിന്ന് വാങ്ങിക്കുമ്പം ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഓർഡിസിറ്റിയും ഇതിൻ്റെ ലൈഫും ഇതിൻ്റെ ഡെപ്തും എല്ലാ കാര്യങ്ങളും ഒരു സർട്ടിഫിക്കേഷൻ തരുന്നുണ്ട്. ഞങ്ങളിതൊക്കെ എന്താ പ്രൈസ് വരുന്നത് നമുക്ക് ഈ കൈൻഡ് ഓഫ് ബ്രേസ്ലെറ്റ് എല്ലാം നമ്മൾ 590 മുതൽ 1500 വരെയുള്ള ഡിപ്പെൻസ്. 590 മുതൽ 1500 പ്രൈസിംഗ് വരുന്നുള്ളൂ. ഞാൻ ഓൺലൈനിൽ നോക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ
പ്രൈസ് കാണിക്കുന്നത് 3,000 rupees 4,000. അങ്ങനെ ഉണ്ടാവും. വളരെ കുറഞ്ഞു കാണിക്കാൻ കുറയുന്നത് ഈ കുറഞ്ഞു കാണിക്കുന്നത് നാച്ചുറൽ ബീഡ് ആയിരിക്കും, സിന്തറ്റിക് അല്ലെങ്കിൽ കുറച്ച് നല്ല നാച്ചുറൽ പ്രോപ്പർ ഒറിജിനൽ നാച്ചുറൽ നാച്ചുറൽ ആണ്. ശരിക്കും നമ്മൾ ഇടുമ്പോൾ അതൊരു ശരിക്കും നമുക്ക് ആ ഒരു ബോഡിയിൽ അത് ഫീൽ ചെയ്യുന്നുണ്ട് ആക്ച്വലി. ആ ഒരു അതിൻ്റെ ഒരു സ്റ്റൈലിംഗ് ഒക്കെ കൊള്ളാം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് ഈ പ്രോഡക്റ്റ്. അപ്പോൾ ഇതാണ് തങ്ങൾ. എനിക്ക് രണ്ടാമത്തെ കേസ് ഇപ്പോൾ തങ്ങളൊരു പുതിയൊരു വെബ്സൈറ്റ് തുടങ്ങാൻ പോകുന്നത് makemygems.com. അതായത് ഇപ്പം അതിനകത്ത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്താൽ, നമ്മുടെ പേര് കൊടുത്താൽ, നമ്മുടെ ഡാറ്റക്ക് അനുസരിച്ചുള്ള ജെമ്മയിൽ വരും, നമ്മുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ജെംസ് റിലേറ്റ് ചെയ്തിട്ട് വരും അല്ലേ. അപ്പോൾ മേക്ക് മൈ ജെംസ് എന്നുള്ള വെബ്സൈറ്റിൽ നിങ്ങളുടെ ഡാറ്റാസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ നിങ്ങളുടെ ബർത്ത് ടൈം ഒക്കെ വെച്ചിട്ടുള്ള നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള കല്ലുകൾ ആ സൈറ്റ് തന്നെ റെഫർ ചെയ്യും. അതൊരു AI ടെക്നോളജിയാണ്. തങ്ങളുടെ കേപ്പബിലിറ്റി ഒക്കെ ഒരു AI കൊണ്ട് അല്ലേ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടാക്കുന്ന ഒരു പുതിയ ബോഡി സിസ്റ്റമാണ്. എപ്പോഴാണ് ലോഞ്ച് ചെയ്യുന്നത്? നെക്സ്റ്റ് മന്ത് നിങ്ങൾ ലോഞ്ച് ചെയ്യും. അപ്പോൾ makemygems.com ഈ ഡൊമൈൻസ് നിങ്ങൾ ആലോചിച്ച് നോക്കണം. കല്ലുകൾ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ, നിങ്ങൾക്ക് ആക്സസറീസ് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ പ്രോപ്പർ പ്രൈസിങ്ങിൽ ഒട്ടും കംപ്ലിക്കപ്പെടാതെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള നമുക്ക് പ്രൊഡക്റ്റ് കിട്ടാൻ മേക്ക് മൈ ജെംസും നഷ ജെംസും നിങ്ങൾ നോക്കുക. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്ട്സാണ്. ഞാൻ ഒരുപാട് പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്യുന്നുണ്ട് തങ്ങളുടെ. എല്ലാം അടിപൊളിയാണ്. പെർഫ്യൂംസും ഉണ്ട് തങ്ങളുടെ കയ്യിൽ അല്ലേ. അതായത് ഭയങ്കര രസമുള്ള പെർഫ്യൂംസും ഒക്കെ തങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇവരുടെയുള്ള സ്റ്റോക്ക് അൺബിലീവബിൾ ആണ്. കാര്യം ഇവരുടെ ഷോറൂംസ് മാത്രമല്ല, ഇതുപോലുള്ള ഇവരുടെ എറണാകുളം ഓഫീസിലാണെങ്കിലും നമ്മുടെ ഗുരുവായൂരാണെങ്കിലും കാലിക്കറ്റ് ആണെങ്കിലും ഒക്കെ അത്രയും സ്റ്റോക്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും ഈസിലും ഇത്രയും നല്ല പ്രൈസിങ്ങിൽ ഈ പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഈ വെബ്സൈറ്റ് ട്രൈ ചെയ്യുക, ചെക്ക് ചെയ്യുക. നമ്മൾ മേക്ക് മൈ ജെംസ് അടിപൊളിയായിട്ട് ഞങ്ങളെ നഷ ജെംസ് ഇനി ഉയരങ്ങളെത്തിട്ടെ. ഞങ്ങളുടെ കണ്ടന്റും കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും കാണാറുണ്ട്. അടിപൊളിയാണ് വീഡിയോസ് എല്ലാം. അപ്പോൾ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. ഞാൻ നേരത്തെ ഇവിടെ ആദ്യം പറഞ്ഞിരുന്നു, ഞാൻ പണ്ട് പല സ്ഥലത്തും പോകുമ്പോൾ തങ്ങളെ ഒരുപാട് കല്ലുകൾ വാങ്ങിക്കുമായിരുന്നു. അത് ഞാൻ നോക്കുന്ന കല്ലുകളുടെ ഭംഗി വെച്ചിട്ടാണ്. ഇതുപോലത്തെ ചെയിൻസ് ആണെങ്കിലും റിംഗ് ആണെങ്കിലും മാലകളാണെങ്കിലും. ഞാനിപ്പം പല സ്ഥലങ്ങളിൽ ഞങ്ങൾ യാത്ര പോകുമ്പോൾ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യാസിലൊക്കെ പോകുമ്പോൾ ഒരുപാട് കല്ലുകൾ, ഇപ്പോൾ ഹൈദരാബാദിൽ നിന്നാണെങ്കിൽ ഒരുപാട് സ്ഥലത്ത് നിന്ന് ഞാൻ കല്ലുകൾ ഞാൻ സോഴ്സ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കുറേ നാൾ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പം തങ്ങളുടെ വീഡിയോസ് കണ്ടു തുടങ്ങിയപ്പോഴാണ് ഇങ്ങനത്തെ സംഭവം ഉണ്ട്, അങ്ങനെ എല്ലാ കല്ലുകളും എല്ലാവർക്കും ഇടാൻ പറ്റത്തില്ല എന്ന് ഞാൻ ചോദിച്ചു. എൻ്റെ ഒരു ഫ്രണ്ട് പറയുന്നത് ഇതൊക്കെ വെറും വിശ്വസിക്കാൻ പറ്റാത്ത പരിപാടിയാണ്, അങ്ങനെയാണ് ഇതാത് പറഞ്ഞത്. അപ്പം ഞാൻ നമുക്ക് നോക്കാം, അങ്ങനെ ഞാൻ തങ്ങളെ കാണാൻ വരുന്നത് സംസാരിക്കുന്നതല്ല. ഓക്കെ, പക്ഷെ അങ്ങനെ ഒരു വിഭാഗം ഉണ്ടല്ലോ, അവരോട് പറയാനുള്ളത്. അല്ല, അത് എല്ലാത്തിലും ഉണ്ട് അങ്ങനത്തെ ഒരു വിഭാഗം അല്ല. അപ്പോൾ നമുക്ക് അതെങ്ങനെ കാണാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസം കലർത്താണ്ട് നമുക്ക് ജമ്മ യൂസ് ചെയ്യാം. ഇപ്പോൾ AD പോലുള്ള കല്ലുണ്ട്, സിന്തറ്റിക് കല്ലുകളുണ്ട്, ഗ്ലാസ് പീസ് കൊണ്ട് ഉണ്ടാക്കുന്ന കല്ലുണ്ട്. അങ്ങനെ വിശ്വാസത്തിനനുസരിച്ചിട്ട് ഇടണമെന്നല്ല, നമുക്ക് രണ്ടോ മൂന്നോ രീതിയിലാണ്. വിശ്വാസത്തിനനുസരിച്ച് ഇടാം, അല്ലാണ്ട് ഇടാം. ഭംഗിക്ക് ഉപയോഗിക്കുന്ന കല്ലുണ്ട്. എനിക്കിതിലൊന്നും വിശ്വാസമില്ല, പക്ഷെ എനിക്ക് കല്ല് ഭയങ്കര ഇഷ്ടമാണെന്ന് വാങ്ങിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരതിൻ്റെ ആധികാരികത്തെ കുറിച്ചിട്ട് ഒന്നും ചോദിക്കില്ല. അവർ ഭംഗിയായിരിക്കും പ്രിഫർ ചെയ്യുക, ഒരു കളറായിരിക്കും പ്രിഫർ ചെയ്യുക. ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമായിരിക്കും, അങ്ങനത്തതായിരിക്കും നോക്കുക. അപ്പോൾ അത് നിങ്ങളിഷ്ടമാണ് എങ്ങനെ ജീവിക്കണം എന്നുള്ളത്, അത് എന്ത് യൂസ് ചെയ്യണം, എന്ത് കഴിക്കണം, എങ്ങോട്ട് പോകണം എന്നുള്ളതൊക്കെ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് അങ്ങനെയുള്ള കല്ലുകൾ യൂസ് ചെയ്യാം. വിശ്വാസം ഇല്ലാണ്ട് ഒരു സാധനവും ഇതിൽ നിന്നൊരു ബെനിഫിറ്റ്സ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല എന്നുള്ളൂ. വേറൊന്നും അതിലില്ല. അപ്പോൾ എനിക്ക് അല്ലേ, എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ കല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കല്ല് വേറൊന്നുമല്ല, ഇത് നമുക്ക് ഭയങ്കര ഒരു ഫീലാണ് ഒരു കല്ല് കയ്യിൽ കിടക്കുന്നത് അല്ലേ. കാരണം എൻ്റെ ഫാദറൊക്കെ കല്ല് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. എനിക്കത് വളരെ ചെറുതായിരുന്നു. അപ്പം ഞാൻ നോക്കിയത് എന്തിനാ കല്ല് എന്നാലോചിക്കും. അപ്പോൾ അത് തങ്ങളോടെയാണ് കുറച്ചുകൂടി ഇതിന്റെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മണ്ണുകൊണ്ടുള്ള ശരീരത്തിൽ ഏറ്റവും സിങ്ക് ആവുന്ന സാധനമാണ് കല്ല്. അത്രേ ഉള്ളൂ. ഒരു ഡൗട്ട് എടുക്കുന്നുണ്ടോ നിങ്ങളെ, ഈ നാഗമാണിക്കം എന്നുള്ള കല്ലുണ്ടോ? നാഗമാണിക്കല്ല, അതൊരു ഫേക്കാണ്. നെക്സ്റ്റ് വീഡിയോ അതിനെ കുറിച്ചിട്ടാണ് എങ്ങനെയാണ് നാഗമാണിക്കം, എന്താണ് നാഗമാണിക്കം. ഒരുപാട് ഫ്രോഡ് ആൾക്കാർ പിന്നെ ഇവിടെ തന്നെ ഇരുന്ന് നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരെ ഫോട്ടോ വീഡിയോ ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ കാണാം. നെക്സ്റ്റ് വീഡിയോയിൽ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. എന്തായാലും മേക്ക് മൈ ജെംസും നഷ ജെംസും പെർഫ്യൂംസും എല്ലാം ജെംസിന്റെ ഈ പറഞ്ഞ ഇത് ജസ്റ്റ് മോതിരങ്ങൾ മാത്രമല്ല, തങ്ങളുടെ കൂടെ വളരെ ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് തട്ടാൻമാർക്ക്, ഒരുപാട് നല്ല ആർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ലോക്കറ്റ്സും നിങ്ങൾ പറയുന്നത് പോലത്തെ മോഡൽസിലുള്ള മോതിരംസും എല്ലാം അവർ ക്രിയേറ്റ് ചെയ്ത് തരും. ഒരു ടീം തന്നെ ഇവരുടെ കൂടെ ഉണ്ട്. അത് ജസ്റ്റ് ഒരു കല്ലുകൾ മാത്രം വിൽക്കുന്നതല്ല, ഒരു ജ്വല്ലറി കൂടിയാണ്. ഒരു മോഡേൺ ജ്വല്ലറി ആയിട്ട് നിങ്ങൾക്ക് ചെയിൻസ് ആയിട്ടും ഇല്ലെങ്കിൽ ലോക്കറ്റ്സ് ആയിട്ടും ചെയിൻസ് ആയിട്ടും സ്വർണ്ണത്തിലും വെള്ളിയിലൊക്കെ കെട്ടിക്കാനുള്ള കേപ്പബിലിറ്റി ഉള്ള ക്രാഫ്റ്റഡ് ആയിട്ടുള്ള പണിക്കാർ തങ്ങളുടെ ഉണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അങ്ങനെ വേണ്ട ആൾക്കാർ തങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞാൻ വീഡിയോയുടെ താഴെ തങ്ങളുടെ കോൺടാക്ട്സും Instagram ID ഒക്കെ എന്തായാലും പ്ലേസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ കോൺടാക്ട് ചെയ്യുക തങ്ങളെ. താങ്ക് യു.